വടകര ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബ്രാഞ്ചിലെ 26 കിലോ സ്വർണ്ണ തട്ടിപ്പിൽ നിർണായക അറസ്റ്റ്. പ്രതി മുൻ ബാങ്ക് മാനേജർ മദ ജയകുമാറാണ് പിടിയിലായത്. തെലങ്കാനയിൽ നിന്നാണ് പ്രതി പിടിയിലായിരിക്കുന്നത്. തെലങ്കാന പോലീസിന്റെ കസ്റ്റഡിയിലുള്ള മദ ജയകുമാറിനെ അറസ്റ്റ് ചെയ്യാനായി കേരള പോലീസിന്റെ അന്വേഷണ സംഘം പുറപ്പെട്ടു കഴിഞ്ഞു. 17 കോടിയുടെ സ്വർണം നഷ്ടമായ വടകര ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ശാഖയിൽ നടന്നത് അവിശ്വസനീയമായ കഥകളാണ്. 3 വർഷമായി ബാങ്കിലുണ്ടായിരുന്ന മാനേജർ സ്ഥലം മാറി പോകുന്നു. പിറകെ എത്തിയ പുതിയ മാനേജർ നടത്തിയ പരിശോധനയിൽ ബാങ്കിലെ 26 കിലോ സ്വർണം വ്യാജമാണെന്ന് തെളിയുകയാണ്. സ്ഥലം മാറ്റിയ മുൻ മാനേജർ മദ ജയകുമാർ പുതിയ സ്ഥലത്ത് ചുമതല ഏൽക്കാതെ മാറി നിൽക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങുകയും ഒടുവിൽ എല്ലാത്തിനും പിറകിൽ സോണിൽ മാനേജറാണെന്നും കാർഷിക വായ്പയുടെ മറവിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനവുമായി ചേർന്ന് വൻ തട്ടിപ്പാണ് നടന്നതെന്ന് വ്യക്തമാക്കി വീഡിയോയുമായി രംഗത്തെത്തിയിരുന്നു. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ സ്വർണമാണ് പണയം വെച്ചതെന്നും സോണൽ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് കാർഷിക ഗോൾഡ് ലോൺ നൽകിയതെന്നുമായിരുന്നു മദ ജയകുമാറിന്റെ പ്രധാന വിശദീകരണം. ഇക്കാര്യങ്ങളിലെല്ലാം പ്രതി അറസ്റ്റിലായതോടെ കൃത്യമായ വിശദീകരണം ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. കേസിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് ബാങ്ക് ഓഫീസിലെത്തി പരിശോധന നടത്തും. ബാങ്ക് രജിസ്റ്ററുകളാണ് അന്വേഷണ സംഘം പരിശോധിക്കുക. കേസ് അന്വേഷണം ഏറ്റെടുത്തതിനു ശേഷം ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം ആദ്യമായാണ് ബാങ്കിൽ നേരിട്ടെത്തുന്നത്. ബാങ്ക് മുൻ മാനേജർ മദ ജയകുമാറിന്റെ വീഡിയോയിൽ പറയുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. തട്ടിപ്പ് പിന്നിലുള്ള ആളെന്ന് ജയകുമാർ ആരോപിക്കുന്ന ബാങ്ക് സോണൽ മാനേജറെ ഉടൻ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ അടുത്ത നീക്കം.